പറഞ്ഞല്ലോ എന്നെ വെച്ചിട്ട കാര്യം. എടാ നിങ്ങൾ ആരെങ്കിലും 16 രൂപ വായ്പ തരുമോ? പേരൻ്റെ ലോണ് തെറ്റിയിരുന്നു. 2 ദിവസം കൂടെ ഞാൻ തിരിച്ചു വരും. ഞാൻ എവിടുന്നാ സലാമൂട്ടി എൻ്റെ അടുത്തുനിന്ന് പൈസ? ആര്യ ലജ്ജനെ കൊണ്ടുവിടാൽ 2 ദിവസം കൂടെ തരണം. സലാമൊക്കെ പൈസ ചേർത്തിട്ടുണ്ട്, പക്ഷെ ഇത് നാളെ എനിക്ക് വൈകുന്നേരത്തിന് അത്യാവശ്യത്തിനുള്ളതാണത്. എന്നാൽ വൈകുന്നേരം തരും ഞാൻ. ഇല്ലെങ്കിൽ നാളെ നേരം വിട്ടാൽ എന്താ നിനക്ക് എൻ്റെ പൈസ തരും. സലാമൊക്കെ നാളെ വൈകുന്നേരത്തിനാണ് കേട്ടോ എനിക്ക്. എന്നാ സെക്രട്ടറിയെ അടുത്തോ ഓടല്ല. സലാമുട്ടി നല്ല സന്തോഷത്തിനാണല്ലോ പോയത്. ആരിസിൻ്റെ ഓൻ്റെ 10,000 റുപ്യ വാങ്ങിയാണ്ട് ഇപ്പോൾ പോയിട്ടുള്ളൂ സലാമുട്ടി. ചങ്ങായി പൊളിച്ചിട്ടുണ്ട് ഓരോരോ വണ്ടിയും വലി ഓൻ്റെ ഒരു ബേജാറ്. ഹലോ സലാമക്ക, എന്താ ഞാൻ വേറെ ചെറിയ തിരക്കിലാടാ കേട്ടോ. ഞാൻ വിളിച്ചേ വിളിച്ചും എന്നോട് പറഞ്ഞില്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സലാമക്ക അമ്മ ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞേ. അമ്മ സലാമക്ക ഉണ്ടോ അവിടെ? എന്റെ മനോ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുറത്തേക്ക് ചോദിക്കുന്നത്. ചങ്ങയേറ്റ കണ്ട റബ്ബേ. അമ്മ നിങ്ങളേ സലാമാക്കാനോട് പറയണ്ടേ എന്നെ കാണുമ്പോൾ മാറണ്ട. ലോൺ അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടേ ഞാൻ എൻ്റെ പോക്കറ്റിലുള്ള പൈസ എടുത്തുകൊണ്ടാണ് കൊടുത്തത്. അതേ എനിക്ക് അത്ര അത്യാവശ്യം ഉണ്ടായിട്ട് പോലും മൂപ്പര് ലോണ് അടച്ചിട്ടില്ല, പെരയിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തു കൊടുത്തത്. ഇപ്പം എന്നെ കണ്ടപ്പോൾ മൂപ്പര് മാറുക പറഞ്ഞുകൊണ്ടിട്ടോ മാറണ്ടെന്നുള്ളത്. എന്താ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. നമ്മളൊക്കെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ എന്ത് വിലയുള്ളത്. ഞാൻ അന്ന് 16 റുപ്യ സലാമാക്ക് കൊടുത്തിട്ട് ഞാൻ ഇപ്പം എന്നാ മൂപ്പരെ പെരയിൽ പോയി എന്നെ കണ്ടപ്പോൾ മൂപ്പര് മാറിയൊക്കെ. ആരിസ അതിന് കൂട്ടുകാരെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. നിങ്ങളെപ്പോലത്തെ ഒരു ചോദിച്ചുമ്പോൾ എടുത്തു കൊടുക്കും. അതിലെത്തിപ്പാക്കാരന് ശരിയാട്ടോ. നമ്മൾ പൈസ കടം കൊടുക്കുകയാണെങ്കിൽ ഒഴിഞ്ഞ പൈസയാണ് വേണം. മറ്റെന്താന്നോ, നമുക്ക് ആവശ്യമില്ല പൈസ ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെ കിട്ടൂല. അത് നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ ബാധിക്കും. എല്ലാ ബന്ധങ്ങളായ്മ തന്നെ തെറ്റുക. ഇത് എന്നെ പോലത്തെ ആൾക്കാർക്ക് ഒരു പാടാ.